ലോക ഭൂപടത്തിൽ ഇടം പിടിച്ച കാക്കത്തുരത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പുഴക്കടവ് റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ദേശീയപാതയിൽ എരമല്ലൂർ ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ കാക്കത്തുരത്തിലേക്കുള്ള കടവായി. പഞ്ചായത്ത് വകയുള്ള കടത്തുവെള്ളം അതിരാവിലെ മുതൽ രാത്രി 9 മണി വരെ ഇവിടെ സർവീസുണ്ട്. എഴുപുന്ന പഞ്ചായത്തിലെ 9ാം വാർഡാണ് കാക്കത്തുരുത്ത്. അപ്പോൾ നമ്മൾ പുഴക്കടവ് റെസ്റ്റോറൻറ്റിലാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നമ്മളൊരു പ്രൈവറ്റ് ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ കാക്കത്തുരുത്തിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് വ്യൂ കണ്ടോ, നല്ല അടിപൊളിയാണ്. നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് നല്ല കാഴ്ച കണ്ടൊക്കെ ഭക്ഷണം കഴിക്കാം. നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലാണ് നമ്മുടെ കാക്കത്തുരുത്തിലെ കടവിലോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ബോട്ടില്ലെങ്കിലും കടത്ത് വെള്ളവും അതുപോലെ തന്നെ ജങ്കാ സർവീസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെ ആയിരുന്നു. കുട്ടികൾക്ക് ബോട്ടിൽ പാട്ട് പാടാനൊക്കെ പാട്ട് പാടാനും മൈക്കും കാര്യങ്ങളും കുറച്ച് ഗെയിം ആക്ടിവിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ബോട്ടിന് 1 അവർ ചാർജ് ചെയ്യുന്നത് 1500 രൂപയാണ്. വേമ്പനാട് കായലിലാണ് ഈ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. 3 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയുമാണ് തുരുത്തിനുള്ളത്. കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ തുരുത്താണ് കാക്കത്തുരുത്ത്. തെങ്ങുകളും ഉൾനാടൻ ഗ്രാമങ്ങളും ചേരുന്ന കേരളീയമായ പ്രകൃതി സൗന്ദര്യത്താൽ ശ്രദ്ധേയമായ ഈ സ്ഥലം നാഷണൽ ജിയോഗ്രാഫിയിൽ മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ഫോട്ടോ ഫീച്ചറിലൂടെയാണ് ലോക ശ്രദ്ധയിൽ ഇടം നേടിയത്. ഈ തുരുത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടാറിട്ട റോഡുകളില്ല, സൈക്കിൾ സഞ്ചാരമാണ് ഏറെയും. മൺപാതകൾ, കണ്ടൽക്കാടുകൾ, പുൽക്കാടുകൾ, ഇങ്ങനെ ശാന്തമനോഹരമായ ഒരിടമാണ് കാക്കത്തുരുത്ത്. നീലയിൽ നിന്ന് ചുവപ്പിലേക്കുള്ള ആകാശത്തിൻ്റെ യാത്ര, കായൽപ്പരപ്പിൽ തെളിയുന്ന അതിൻ്റെ പ്രതിഫലനം, ഒരിക്കൽ കണ്ടാൽ ജീവിതം ഒരിക്കലും മറക്കാനാവാത്ത ആ അപൂർവ കാഴ്ച തേടിയാണ് വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. കാക്കത്തുരുത്തിലെ അസ്തമനമാണ് ഇവിടെ എത്തുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട കാഴ്ച. വൈകിട്ട് 6 മണിയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായ സമയമെന്നാണ് പറയപ്പെടുന്നത്. ആകാശമാകെ ചുവന്ന ചായം കോരിയൊഴിച്ച് സൂര്യൻ മറയുന്ന കാഴ്ച അതിസുന്ദരമാണ്. പണ്ടുകാലത്ത് ധാരാളം കാക്കകൾ വന്ന് ചേക്കേറുന്ന ഒരിടമായിരുന്നു ഈ തുരുത്ത്. അങ്ങനെയാണത്രേ ഇതിന് കാക്കത്തുരുത്ത് എന്ന പേര് വന്നത്. കുട്ടിയാത്ര ഇവിടെ തീരെയാണ്. വളരെ എൻജോയ് ചെയ്ത് നമ്മുടെ കുട്ടികളും നമ്മളൊക്കെ നമ്മുടെ ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഇവിടെ പ്ലാൻ ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം നമ്മൾ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ, ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു. പിന്നെ പുഴക്കടവ് റെസ്റ്റോറൻറ്റിലെ ഫുഡ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ആ ബീഫ് സ്റ്റഫ് ചെയ്ത ഇറച്ചിപ്പുട്ടും കൂന്തൽ ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.